Hello friends, welcome back to Afrinsha's World. അപ്പോൾ നമ്മളുടെ ഫാമിലി മീറ്റപ്പിൻ്റെ പാർട്ട് 1ഉം 2ഉം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നത്. ഇത് പാർട്ട് 3 ആണ്. അറിയാലോ നമ്മളുടെ പ്ലേസ് ഗ്രേസ് ഇൻ്റർനാഷണലിലാണ് നമ്മൾ ഫാമിലി മീറ്റപ്പ് നടത്തിയത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കയ്പമംഗലം 3 പീടികയിലാണ് നമ്മളുടെ ഗ്രേസ് ഇൻ്റർനാഷണൽ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മളെ ഫാമിലി മീറ്റപ്പ് നടത്തിയത്. അങ്ങനെ നമ്മളിതാ കുറേ ഗെയിംസുകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നിർത്തേണ്ടി വന്ന്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത മീറ്റപ്പിൽ നമ്മളത് ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മളുടെ എന്താ പറയുക, എൻ്റെ ഇക്ക ബ്രദറാണ് നമ്മളുടെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടും പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, ഇവിടെ ഉള്ളതെല്ലാം സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇത്രയധികം സിസ്റ്റേഴ്സും ബ്രദേഴ്സാണ്? ഞങ്ങൾ കസിൻസാണ്, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രദേഴ്സ് തന്നെയാണ്, അവർക്ക് ഞങ്ങൾ സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ പൊങ്കാലിടാൻ ദയവ് ചെയ്ത് വരല്ലേ. അത് അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുക്കുകയാണ്. നമ്മളുടെ ഷോർട്സിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ ഇടുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഞങ്ങൾ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആണ്. അപ്പോൾ ദേ എൻ്റെ ഇക്കയുടെ വൈഫിന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ അപ്പോൾ ആൾക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഷോർട്സ് കണ്ടവർക്ക് അറിയാം, കിട്ടിയോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഓ പിച്ചി പൊളിക്കുന്നുണ്ടാക്കി. മാഷാഅല്ലാഹ് വൈഫിനെ കിട്ടിയിട്ട്. അപ്പം നമ്മൾ അതോടുകൂടി ആ ഗെയിം അവിടെ അവസാനിപ്പിച്ച്. പക്ഷെ ഇനിയും ഓരോരുത്തർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞാൽ അത് നമ്മളെ ഇടയിൽ കയറ്റാന്ന് പറഞ്ഞേക്കാണ്. ഇപ്പം ഇത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ജംസ് പിക്ക് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യണം വിത്ത് സ്ട്രോ. അതായിരുന്നു കേട്ടാ. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, കുറച്ച് പ്ലേറ്റിലിട്ടപ്പോഴേക്കും ഒരു ഗെയിം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് എടുത്ത് തിരിച്ച് ചെല്ലുമ്പോഴേക്കും ജെംസൊക്കെ കുറേ കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ അധികം പേര് അത് കളിച്ചില്ല. കാരണം ജെംസ് അപ്പോഴേക്കും കാലിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. എന്നാലും 2-3 പേരായിട്ട് കളിച്ച്. അപ്പോൾ ഇതാ നമ്മളുടെ മുന്നുകുട്ടി പോകുകയാണ്. അവർ കൊല്ലത്താണ്. ഇപ്പോൾ തന്നെ ടൈം 5 മണി 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നോന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ടത് കൊണ്ട് അവർ ഇപ്പോൾ തന്നെ ഇറങ്ങി. പിന്നെ ഇതേ നമ്മളെ ആച്ചുക്കയും ഫാമിലിയും ഇതുപോലെ അവർക്കും എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ അവരും പോകുകയാണ്. അതൊക്കെ കഴിഞ്ഞതാ നമ്മളകത്ത് വന്നപ്പോഴേക്കും മാമയും അമ്മായിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. മാമാനെ കൊണ്ട് അമ്മായിനെ കണ്ടെത്താനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും മക്കളാണ്. അപ്പം ഞങ്ങളുടെ ഇടയിൽ നിന്ന് അമ്മായിനെ കണ്ടെത്താനാണ് മാമയുടെ ടാസ്ക്. ഇൻഷാ അല്ലാഹ് മാമ കണ്ടെത്തില്ലെന്ന് നമുക്ക് നോക്കാം. പിടിച്ചൊക്കെ നോക്കിയാൽ നല്ല മനസ്സിലാവുന്നുണ്ടോ? വരലൊക്കെ അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഒറ്റണത്തിന് മോതിരില്ല കഴിഞ്ഞ ഞങ്ങൾ മാമക്ക് അമ്മയിനെ കണ്ടെത്താൻ പറ്റിയില്ല. മാമ കണ്ടെത്തിയത് മോളെ തന്നെയാണ്. മാമയെ മോതിരം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൈമല്ലേ. അപ്പൊ അത് വെച്ച് പിടിക്കാന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല ഗായ്സ്. അങ്ങനെ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ലെമൺ സ്പൂൺ ആണ്. ലെമൺ സ്പൂൺ റൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നോർമലി മിക്ക ഫംഗ്ഷനുകൾക്കും അല്ല മിക്ക പരിപാടികൾക്കുമുള്ള, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ഇൻക്ലൂഡ് ചെയ്ത് ആദ്യം തന്നെ കുട്ടികളുടെ സെഷൻ വെച്ച്, പിന്നെ നമ്മൾ ലേഡീസിൻ്റെ സെഷൻ വെച്ച്, പിന്നെ വലിയ ജെൻസിൻ്റെ സെഷൻ വെച്ച്, ടീനേജ് പിള്ളേരുടെ വെച്ച്, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അതിൽ കള്ളന്മാരൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇടയിലൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പിന്നെ അതൊക്കെ നോക്കി കോംപ്രമൈസ് ചെയ്ത് പിന്നെ ചിലവരെ കൊണ്ട് നമ്മൾ രണ്ടാമത് ജയിപ്പിച്ച്. എന്തായാലും സംഭവം കിടുവായിരുന്നു ഗൈസ്.
സത്യം പറഞ്ഞാൽ നമുക്ക് ഫാമിലി മീറ്റപ്പ് ആയാലും എന്ത് പ്രോഗ്രാമുകളാണെങ്കിലും നമ്മൾക്ക് ഓരോ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് വരിക നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമ്പോഴാണ്. ഈ പാർട്ടിസിപ്പൻസിനെ നമ്മൾ ഒരുപാട് വായോ എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് വിളിക്കുക എന്ന് പറയുന്ന ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നമുക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞ് പേരുകൾ അനൗൺസ് ചെയ്ത ഓൺ ദി സ്പോട്ട് എല്ലാവരും റെഡി ആയിട്ട് വരും. ഒരാളും നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഡാൻസും പാട്ടൊക്കെ ഇട്ടൊന്ന് തകർത്ത് തരിപ്പണമാക്കി. നമ്മളെല്ലാവരും ഏതാണ്ട് ഒരേ വൈബുള്ള കസിൻസാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. നമ്മളെ ഇതുവരെ നമ്മളെ ആദ്യത്തെ ഫാമിലി മീറ്റപ്പാണിത്. നമ്മൾ ഒരു ട്രയലോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസം മുന്നൊക്കെ ഒന്ന് നോക്കണം എന്ന് എല്ലാവരും കൂടെ കൂടണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും അതിനൊന്നും പറ്റിയിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ ട്രയൽ ഇല്ലാണ്ട് നേരത്തെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊരു വർക്കൗട്ട് പോലും ചെയ്യാതെ നമ്മളെല്ലാവരും അയ്യോ എൻ്റെ വായൽ നാരങ്ങ കൊണ്ട് തേച്ചതാണ് ആ കണ്ടത് ഗൈസ്. അയ്യോ പെട്ടെന്ന് മൂട് മാറി. അങ്ങനെ അപ്പോൾ നമ്മളപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ നമ്മളുടെ പ്രോഗ്രാം വളരെയധികം സക്സസ് ആയി. നമ്മൾ എല്ലാവരും ഈവനിങ് വരെയൊക്കെ പ്രോഗ്രാം ഉണ്ടാകുള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആരും തന്നെ ഒരു തിരക്ക് പോലും ഒരാളും കാണിച്ചില്ല. എല്ലാവരും രാത്രി 10 മണി വരെ അടിപൊളിയായിട്ട് നിന്ന് നല്ല എല്ലാവരും ഇത്ര 10 to 10 ടൈം വരെ നല്ല ഫ്രഷ് ആൻഡ് എനർജറ്റിക് ആയിരുന്നു. കുറേ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ഇനി അടുത്ത് നമ്മൾക്ക് പുറത്താക്കാന്ന് വിചാരിച്ച്. ഇനി കുറച്ച് ഔട്ട്ഡോർ ഷൂട്ട് ആൻഡ് ഗെയിംസ് ആകാമെന്ന് കരുതി നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാവരും 2 ടീംസായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അന്താക്ഷരിയും ദ്രംഷ്ടറാഡ്സും ഒക്കെ കളിച്ചു. മീശമാധവൻ പുറത്തെ പ്രോഗ്രാംസ് നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് നിർത്തി. പിന്നെ നമ്മളെല്ലാവരും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒപ്പന ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ഒക്കെ ഒപ്പനകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അതൊന്നും നേരം കിട്ടിയില്ല, ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും നമ്മളുടെ കാരണന്മാരൊക്കെ ഒന്നിരുത്തി ഒരു ഒപ്പന കളിക്കാണ്. കാരണം നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരല്ലേ. അപ്പം അവർ നമ്മൾ അവരായ ഒരു പണ്ടത്തെ ഒരു 50 വർഷം മുന്നേ ഇപ്പോൾ മൂത്തുമ്മ എന്ന് പറയുന്ന 50 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു ദിവസമൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ മാമാനെ അമ്മായിനെ ഒക്കെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ മിക്സപ്പായിട്ട് വലിയൊരു ഒപ്പനൊക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഒപ്പനൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കുളം കര എന്നുള്ള ഒരു ഗെയിമില്ല, നമ്മൾ ആ ഗെയിം കളിച്ച്. ഇത് നമ്മളുടെ ഹാളിൻ്റെ സിറ്റിംഗ് ഏരിയയാണ് കേട്ടോ. നമ്മൾ മെയിൻ ഓഡിറ്റോറിയത്തേക്ക് മാത്രം പോയില്ല, നമ്മൾ ബാക്കി എല്ലാം അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാരൻസ് തന്നെയാണ്. കാരണം എന്തിനും അവർക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നമ്മളെ മക്കളെ അവർ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നില്ല. ഈ ഒരു ദിവസം നമുക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു. നമ്മൾ എന്ത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാലും അവർ നമ്മളിൽ കൂടെ കൂടിയിരുന്ന് ആരും നോ എന്ന് പറഞ്ഞിരുന്നില്ല. നമ്മൾ ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്തിരുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അല്ലേ. ഈ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളെല്ലാവരും കൂടെ പെറോട്ടയും ചപ്പാത്തിയും ബീഫ് കറി
പിന്നെ എന്താ പറയുക ചില്ലി ഗോബി, അങ്ങനെ മിക്സപ്പ് ആയിട്ട് എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും പിന്നെ എല്ലാ കുട്ടികൾക്കും ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും, അതായത് നമ്മളുടെ പാരൻസിനെ കൊണ്ടും പിന്നെ നമുക്കും പറയാനുള്ളതെല്ലാം ലാസ്റ്റ് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളെല്ലാവരും സംസാരിച്ച് അങ്ങനെ പിന്നെ എല്ലാവരും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത മീറ്റപ്പ് എന്ന് വേണം, എങ്ങനെ വേണം എന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞ്. എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാഞ്ഞ കാരണം എനിക്ക് ഈ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നിട്ട് ഇപ്പം പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.